രണ്ടുപേരുടെ ചിത്രങ്ങളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 2 പേരാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രവർത്തകരാണ് ഈ 2 പേരും എന്നുള്ളതാണ്. ആ ചുവന്ന ഷർട്ടിട്ട ആളാണ് ആ വാഹനം അടിച്ചു തകർത്തത്. ആ വാഹനത്തിന്റെ ഡ്രൈവറിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, ചില്ല് തറഞ്ഞു കയറിയിട്ടുണ്ട്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ പേയാട് സ്വദേശിയും ഇപ്പോൾ മരുതൻകുഴിയിൽ ഓട്ടോ ഡ്രൈവറുമായ ഡിവൈഎഫ്ഐ ഗുണ്ട ഡോളി മനോജ് എന്ന് വിളിക്കുന്ന മനോജാണ് ആക്രമണത്തിന് നേതൃത്വം വഹിച്ചത്. എന്തായാലും നമുക്ക് രഞ്ജിത്ത് അമ്പാടിയിലേക്ക് കൂടി പോകാം. രഞ്ജിത്ത്, ഈ CPM ഗുണ്ടകൾ ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ്. ചില സംശയങ്ങളുണ്ട് തന്നെ, പക്ഷേ ഒരു കാരണവശാലും പ്രതികളെ വിട്ടു തരില്ല, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ 5 പേരെ അങ്ങ് തരാം, നിങ്ങൾ അവരെയും കൊണ്ട് പോയിക്കോളൂ എന്നൊക്കെയായിരുന്നു. പക്ഷേ എന്തായാലും ഈ ശിവൻകുട്ടിയും ഒപ്പം തന്നെ പി ജോയി ഒപ്പം ജോൺ ബ്രിട്ടാസ് എന്നിവർ മാധ്യമങ്ങൾ കണ്ടിരുന്നു. എന്തായാലും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോലീസിനെ കയറ്റില്ല, അന്വേഷണവുമായി യാതൊരു കാരണവശാലും സഹകരിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണവർ. തീർച്ചയായും പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ, അതായത് ആക്രമിച്ച ക്രിമിനലുകളിൽ 10 പേർ ഇപ്പോൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ വിവരം. അവരുടെ ചിത്രങ്ങൾ സഹിതം നേതാക്കന്മാർക്ക് ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ കൈമാറുകയും ചെയ്തു. ഇതിൽ 2 പേരെ ഇതിനകം തന്നെ പോലീസ് പിടികൂടി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കടക്കുന്നതിനോ അവിടെ നിന്ന് ഏതെങ്കിലും പ്രതികളെ വിട്ടു നൽകുന്നതിനോ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ DCP ഇപ്പോൾ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം DCP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലുണ്ട്. കർശനമായ നിർദ്ദേശമാണ് പോലീസിന് DGP നൽകിയിരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്ന് പിടികൂടണം, അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്തിരിയരുത്. എത്ര വലിയ പ്രകോപനമുണ്ടായാലും എത്ര വലിയ പ്രതിരോധം CPM തീർത്താലും മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ പ്രതികളെയും പിടിച്ചുകൊണ്ട് മാത്രമേ ഇനി തിരിച്ചു വരാവൂ എന്നുള്ള നിർദ്ദേശം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് DGP നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് സേന ഇപ്പോൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, വി ജോയി, ആനാവൂർ നാഗപ്പൻ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPM നേതാക്കന്മാർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. പ്രതികളായിട്ടുള്ളവരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലോ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ എത്തിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ നടത്തുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കടന്ന് പ്രതികളെ പിടികൂടിയാൽ അതുണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയല്ല എന്നുള്ളത് CPM നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാർട്ടി ഓഫീസിനുള്ളിൽ കടക്കാൻ പോലീസിനെ അനുവദിക്കില്ല എന്നും, മറിച്ച് ഈ പ്രതികളായിട്ടുള്ള ആളുകളെ കൃത്യമായി തന്നെ സ്റ്റേഷനിൽ എത്തിക്കാമെന്നുള്ള വാക്ക് നൽകുന്നു. എന്നാൽ അത്തരമൊരു നിർദ്ദേശം പോലീസ് അംഗീകരിക്കുന്നില്ല. പോലീസിന് ഇപ്പോൾ തന്നെ പ്രതികളെ വേണം. അതുകൊണ്ട് തന്നെ പാർട്ടി ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ പ്രതികളെ കൊണ്ട് മാത്രമേ തിരികെ പോകൂ എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CPMന്റെ ക്രിമിനലുകളും ഗുണ്ടകളുമായിട്ടുള്ള നിരവധി ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തലസ്ഥാനത്തെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള ആളുകൾ ഈ ആക്രമണത്തിൻ്റെ മുൻനിരയിലുണ്ട്. അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇതിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ഇതിന് നിർദ്ദേശം നൽകിയ നേതാക്കന്മാർ കൂടി ഈ കേസിൽ പ്രതിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് DGPയോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി, അതുപോലെ തന്നെ ED ഡയറക്ടർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയാണ്. പശ്ചിമ ബംഗാളിൽ ED സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണമാണ് കേരളത്തിൽ നടന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതിന് പോലീസിൻ്റെ ഭാഗത്ത് പിന്തുണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത് എന്ന അതിഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഈ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുമ്പോൾ
ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും നിരവധി നൂറുകണക്കിന് CPM പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ടുണ്ടെന്നും പോലീസിന് കൃത്യമായി അറിയാം. ഇത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങളും പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ആശ്ചര്യകരം. അതുകൊണ്ട് തന്നെ പോലീസ് നാമമാത്രമായ ഉദ്യോഗസ്ഥരെ മാത്രമാണ് അവിടെ വിന്യസിച്ചിരുന്നത്. തീർച്ചയായും അതായത് ആഭ്യന്തര വകുപ്പിന് തുടക്കത്തിലെ പാളി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ED ഉദ്യോഗസ്ഥർക്ക് മേലുണ്ടായ ആക്രമണം തെളിയിക്കുന്നതും. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ ഈ പാർട്ടിക്കാർ ഇത്തരത്തിൽ നിലയുറപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, പ്രായമായ സ്ത്രീകളെ അടക്കം പാർട്ടി ഓഫീസിന് മുന്നിൽ കൊണ്ടാടി നിർത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് ഇവർ തയ്യാറെടുത്തിരുന്നത്. അത് തന്നെയാണ് പിന്നീട് നടപ്പിലാക്കിയത്. പിന്നീട് ഈ DCPയും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുന്നു. ഇത്തരത്തിൽ ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി ഓഫീസിൽ പോലീസ് കയറണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്, ചില പ്രോട്ടോകോളുകൾ ഉണ്ട് എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. അങ്ങനെ ഇവർ ഇങ്ങനെ പിടിവാശിയിലാണെങ്കിൽ എങ്ങനെയാണ്, ഇനി എന്ത് ചെയ്യും? പോലീസ് കർശനമായ ഒരു നിലപാടിൽ തന്നെയാണ്. അതായത് 10ഓളം പ്രതികൾ പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളുണ്ട്. ആ പ്രതികളുടെ കൃത്യമായ വിശദാംശങ്ങൾ, ചിത്രങ്ങൾ സഹിതം പോലീസ് ഇപ്പോൾ CPM നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 10 പ്രതികളെയും വിട്ടുകിട്ടാതെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്ത് നിന്ന് തിരികെ പോകില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ ശവത്തിൽ ചവിട്ടി മാത്രമേ പോലീസ് ഉള്ളിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ DGPയുടെ കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നു. മുഴുവൻ പ്രതികളെ പിടികൂടി കഴിഞ്ഞ ശേഷം മാത്രമേ ഏരിയ കമ്മിറ്റി ഓഫീസിൽ മുന്നിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നതാണ് പോലീസിന് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്രത്തോളം അഴിഞ്ഞാടിയ ക്രിമിനലുകളെ പിടികൂടാതെ പിന്നോട്ട് പോയാൽ അത് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാതെ സംസ്ഥാന പോലീസിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അത് മാത്രവുമല്ല, കേന്ദ്രം അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. സംസ്ഥാന DGPയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് കനത്ത അനാസ്ഥയുണ്ടായിരിക്കുന്നു. സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ ED ഉദ്യോഗസ്ഥർ ഈ റെയ്ഡുകൾ നടത്തി തിരികെ പുറത്തേക്ക് വരുന്ന സമയത്ത് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന പോലീസ് പരാജയപ്പെട്ടു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്നുണ്ട്. അതൊക്കെ തന്നെ അതീവ ഗൗരവമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ സാരമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. വധശ്രമം അടക്കം